133 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. അത് വസ്ത്രത്തിന്റെ വിളുമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അഹരോന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷ തൈലം പോലെയും. വിശേഷ തൈലം പോലെ. തൈലം അഥവാ എണ്ണ എന്നുള്ള പദം ബൈബിളിൽ വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാദൃശ്യനാമമായി എണ്ണയെക്കുറിച്ചാണ്. 5 പ്രധാനപ്പെട്ട ചിന്തകളാണ് ഇന്ന് ഞാൻ പങ്കുവെപ്പാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അഭിഷേകം ഒരു നിയോഗത്തിന്റെ അടയാളമാണ്. പുതിയ നിയമത്തിലെ ഒരു വാക്യം നമുക്ക് വായിക്കാം. 1 യോഹന്നാന്റെ ലേഖനം 2-ാം 27-ാമത്തെ വാക്യം. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. പഴയ നിയമത്തിലെ 3 സ്ഥാനവാഹികളായ രാജാവ്, പുരോഹിതൻ, പ്രവാചകൻ എന്നിവരെ എണ്ണ കൊണ്ടാണ് അഭിഷേകം ചെയ്തിരുന്നത്. ഓരോന്നായി നമുക്ക് നോക്കാം. ദാവീദ് രാജാവിന് ലഭിച്ച അഭിഷേകമാണ്. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്മേൽ വന്നു. ആ പദം കണ്ടോ? ശമൂവേൽ ദാവീദിനെ അവന്റെ സഹോദരന്മാരുടെ നടുക്ക് വെച്ച് എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. അടുത്ത പദം, അന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ആവസിച്ചു. അഭിഷേകം ദൈവം അതേക്കുറിച്ച് പറയുന്നത് 89-ാം സങ്കീർത്തനം 20-ാം വാക്യമാണ്. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. ദാവീദിന് 3 പ്രാവശ്യം അഭിഷേകം ലഭിക്കുന്നുണ്ട്. ഒന്ന്, ശമൂവേൽ പ്രവാചകൻ വന്ന് ചെയ്യുന്നതായ അഭിഷേകമാണ്. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഞാൻ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു, ബേത്ലഹേമിൽ ഇശായിയുടെ അടുക്കലേക്ക് ഞാൻ നിന്നെ അയക്കും, അവന്റെ മക്കളിൽ ഒരുവനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ദൈവം ഒരു ദേശത്തിന്റെ, ഒരു കുടുംബത്തിന്റെ പേര് പറഞ്ഞു. ശമൂവേൽ പ്രവാചകൻ ചെന്നു, നിന്റെ മക്കളെയൊക്കെ വിളിക്കണം, ഇതുപോലെ ഞാൻ അഭിഷേകം ചെയ്യാനാ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. ആമേൻ. പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആ മികവുറ്റ വ്യക്തികളെയൊക്കെ ഇശായി ആ ശമൂവേലിന്റെ മുമ്പാകെ കൊണ്ടു നിർത്തി. ദൈവം പറയാ, ഇവരെ ആരെയും ഞാൻ തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പോൾ പിന്നെ ശമൂവേൽ ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? അവിടുത്തെ മറുപടി കേൾക്കണോ? ഒരുത്തനുണ്ട്, അവൻ കാട്ടില്ല, ആടിനെ തീറ്റാനേ അവനെ കൊള്ളാവൂ. സങ്കീർത്തനത്തിലെ വാക്യം ദൈവം പറയണം, അവൻ കാട്ടിക്കൊണ്ട് നടന്നോട്ടെ, സാരമില്ല, പക്ഷെ എൻ്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി. അവൻ വന്നിട്ടല്ലാതെ നമ്മൾ പന്തിയിലിരിക്കില്ല. അവൻ വന്നു, അവൻ ബാലനാണ്. പക്ഷേ ദാവീദ് വന്നപ്പോൾ ശമൂവേലിന്റെ ഉള്ളിലൊരു നിയോഗം. ദൈവം പറഞ്ഞു, ഇവൻ തന്നെയാണ്. സഹോദരന്മാരുടെ മധ്യത്തിൽ വെച്ച് അവനെ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തു. അന്ന് മുതൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിച്ചു. 2-ാമത്തെ അഭിഷേകം യഹൂദയിലുള്ള ജനം വന്ന് അവനെ അഭിഷേകം ചെയ്യുന്നതാണ്. 2 ശമൂവേൽ 2-ന്റെ 4-ാം വാക്യത്തിലാണ്. അപ്പോൾ യഹൂദ പുരുഷന്മാർ വന്നു, അവിടെ വെച്ച് ദാവീദിനെ യഹൂദാഗ്രഹത്തിന് രാജാവായി അഭിഷേകം ചെയ്തു. 3-ാമത് ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ചേർന്ന് അവനെ രാജാവായി അഭിഷേകം ചെയ്തു. 2 ശമൂവേൽ 5-ന്റെ 1, 3, 4 വാക്യങ്ങൾ. അനന്തരം ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. ആദ്യം നമ്മൾ വായിച്ചത് യഹൂദ ഗോത്രമാണ്, 2 ഗോത്രങ്ങൾ. ഇവിടെ 10 ഗോത്രവും ഉൾപ്പെടുകയാണ്. ഇസ്രായേൽ ഗോത്രങ്ങളൊക്കെയും ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ വന്നു. വാക്യം 3. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് രാജാവ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതാണ് ലഭിച്ച 3-ാമത്തെ അഭിഷേകം. 3 പ്രധാന സ്ഥാനവാഹികൾ. 2 പ്രവാചകനാണ്. പ്രവാചകന്മാരെയും ശുശ്രൂഷയ്ക്ക് വേർതിരിക്കുന്നത് ഇങ്ങനെ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തായിരുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 16-ാമത്തെ വാക്യം. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മെഹലോയിൽ നിന്നുള്ള സാഫാത്തിന്റെ മകനായ എലീശായെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. 3-ാമത്തെ അഭിഷേകം പുരോഹിതന് കിട്ടുന്ന അഭിഷേകമാണ്. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവൻ നിന്റെ
അവന്റെ പുത്രന്മാരെയും ധരിപ്പിക്കണം. അവർ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവരെ അഭിഷേകവും കരപൂരണവും ചെയ്ത് ശുദ്ധീകരിക്കണം. അതിന്റെ 29-29 അഹരോന്റെ വിശുദ്ധ വസ്ത്രം അവന്റെ ശേഷം അവന്റെ പുത്രന്മാർക്കുള്ളതാകണം. അത് ധരിച്ച് അവർ അഭിഷേകവും കരപൂരണവും പ്രാപിക്കണം. സഹോദര സ്നേഹത്തെയും ഐക്യതയും വെളിപ്പെടുത്തുവാൻ അഭിഷേകത്തിന്റെ പകർച്ച ആവശ്യമുണ്ട്. റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. സ്നേഹം പകർന്നു വെച്ചിരിക്കുന്നു. എന്തിലൂടെയാണ്? നമ്മളിൽ പകർന്ന പരിശുദ്ധാത്മാവിലൂടെയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള ഐക്യത വ്യക്തമാക്കാൻ 133-ാം സങ്കീർത്തനത്തിൽ 2 ദൃഷ്ടാന്തങ്ങൾ പറയുന്നു. ഒന്ന്, അഹരോന്റെ തലയിൽ ഒഴിച്ചിട്ട് താടിയിലൂടെ വസ്ത്രത്തിന്റെ വെളുമ്പിലെ വരെ ഒഴുകി വരുന്ന വിശേഷപ്പെട്ട തൈലം പോലെ. 2, ഹെർമോന്യ പർവ്വതത്തിൽ പെയ്യുന്ന മഞ്ഞുപോലെ. ഞാൻ ഈ തൈലത്തെ കുറിച്ച് മാത്രമാണ് പറയുന്നത്, മഞ്ഞിനെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അഹരോന്റെ തലയിൽ ഒഴിച്ച തൈലത്തിന്റെ കൂട്ട് കുറഞ്ഞ പക്ഷം 18 കിലോ ഉള്ള ഒരു മിശ്രിതമായിരുന്നു. ബൈബിളിൽ എവിടെയാ പറയുന്നേ? പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശെയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, മേത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കെൽ അയഞ്ഞ മൂരും. 500 ശേക്കെൽ അയഞ്ഞ മൂര്. ഒരു ശേക്കൽ എന്ന് പറയുന്നത് 11.4 ഗ്രാമാണ്. അപ്പോൾ 500 ശേക്കൽ എന്ന് പറയുമ്പോൾ കുറഞ്ഞത് 5.5 കിലോ വരും. അടുത്തത്, അതിൽ പാതി 250 ശേക്കെൽ സുഗന്ധ ലവംഗവും. രണ്ടാമത്തെ സുഗന്ധ ലവംഗമാണ്. അത് 250 ശേക്കലാണ്. ഒരു 3 കിലോ അടുത്ത് വരും. അടുത്തത് 500 ശേക്കെൽ വഴനത്തൊലി. പിന്നെ 500 ശേക്കലിന്റെ കാര്യം 3. 500 ശേക്കൽ വഴനത്തൊലി. അതും 5.5 കിലോ വരും. അപ്പൊ 5.5 11 14. ഇനി അതിനകത്ത് ചേർക്കുന്ന 4-ാമത്തെ ഘടകം ഒരു ഹീൻ ഒലിവെണ്ണ. ഒരു ഹീൻ എന്ന് പറയുന്നത് 4 ലിറ്റർ ആണ്. 14 4 18. അപ്പൊ ഈ ഇടിച്ചെടുത്ത ആ 14 കിലോ പൊടിക്കകത്തേക്ക് ഈ 4 കിലോ എണ്ണയും കൂടെ ഒഴിച്ച് ഒരു മിശ്രിതമാക്കും. ഈ മിശ്രിതമാണ് അദ്ദേഹത്തിന്റെ തലയിലോട്ട് ഒഴിച്ചത്. ഒഴിച്ചാൽ അത് അവിടെ കണ്ട് നിൽക്കുവോ? അത് മുഖത്തൂടെ ഒഴിച്ച് പുറത്തൂടെ എല്ലാം വന്ന് താടിയിലൂടെ വന്ന് താഴോട്ട് വീണ് വസ്ത്രത്തെ വീണ് അവിടെ നിൽക്കില്ല. അത് താഴോട്ട് പോകും. വസ്ത്രത്തിന്റെ വെളുമ്പിൽ താഴെ വരെയും ആ 18 കിലോ എണ്ണയുടെ ഒഴുക്ക് തുടരുകയാണ്. നമുക്ക് അവിടുന്ന് ലഭിക്കുന്ന ഒരു ആത്മീക ചിന്ത, നമ്മുടെ കർത്താവിൽ നിന്ന് ഒഴുകുന്ന ആ അഭിഷേകം അത് സഭയിലെ ഏറ്റവും താഴെ നിൽക്കുന്ന ചെറിയ വ്യക്തിയിൽ പോലും എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ആ ഒഴുക്ക് അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് താഴെ വരെ എത്തുന്നത് പോലെ സഹോദര സ്നേഹം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് എന്നാണ് 133-ാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സഭാപ്രസംഗി 9:8 ഇങ്ങനൊരു വാക്യമുണ്ട്, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത, എണ്ണ സൗഖ്യവും സംരക്ഷണവും നൽകിത്തരുന്നു എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10:34 വാക്യം. ആ യെരുശലേമിൽ യെരിഹോവിലേക്ക് പോയ ആ സാധുവായ മനുഷ്യനെ കള്ളന്മാർ പിടിച്ച് വളരെ ഉപദ്രവിച്ചു, വസ്ത്രമഴിച്ചു, മുറിവേൽപ്പിച്ചു, അർത്ഥപ്രാണനാക്കി വിട്ടേച്ചു പോയി. യദൃശ്യ അതുവഴി ഒരു പുരോഹിതൻ വന്നു, കണ്ടിട്ട് മാറിപ്പോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും വന്നു യാദർശികമായിട്ട്. പക്ഷേ അതുവഴി ഒരാൾ വന്നു, ഒരു ശമര്യൻ. ആരാണ് ശമര്യൻ? യോഹന്നാൻ 8:48 യഹൂദന്മാർ യേശുവിന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞു, നീ ഒരു ശമര്യൻ. ആ ശമര്യൻ എന്താ ചെയ്തെന്ന് അറിയാമോ? അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അവന്റെ അരികെ ചെന്നു. വാഹനമൃഗത്തിൽ താഴെ ഇറങ്ങി അവന്റെ അരികെ ചെന്നു. വാഹനമൃഗത്തിലാണ് അവൻ വന്നത്.
വാഹനമൃഗത്തിൽ താഴെ ഇറങ്ങി അവന്റെ അരികെ ചെന്ന് അവനോട് മനസ്സലിഞ്ഞ് താൻ കരുതി വച്ചിരുന്ന എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവ് കെട്ടി. വീഞ്ഞ് അവന് ദാഹത്തിന് ഉപകരിച്ചു, എണ്ണ അവന്റെ സൗഖ്യത്തിന് ഉപകരിച്ചു. എണ്ണ തേച്ച് സൗഖ്യം വരുത്തിയ സന്ദർഭങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കർത്താവ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മർക്കോസ് 6:13 വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. യാക്കോബിന്റെ ലേഖനം 5:14 നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അതൊരു ശുദ്ധീകരണത്തിന് ഒരു ഉപാധിയായി ഉപയോഗിക്കുന്നു. ലേവ്യ പുസ്തകം 14:14-17 വായിക്കണം. പുരോഹിതൻ അകൃത്യയാഗത്തിന്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും പുരട്ടേണം. ഒരുവൻ കുഷ്ഠരോഗിയായിരുന്നു. കുഷ്ഠരോഗിയായാൽ അവൻ പാളയത്തിന് പുറത്തു പാർക്കണം. അവന്റെ കുഷ്ഠം മാറിക്കഴിഞ്ഞാൽ അവനെ ശുദ്ധീകരിച്ച് കൂട്ടത്തിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന്റെ 3 പ്രക്രിയ. ഒന്ന്, 2 പക്ഷികളെ കൊണ്ടുവന്ന് ഒന്നിനെ ഉറവെള്ളത്തിന് മീതെ അറുത്ത് അതിന്റെ രക്തത്തിൽ മറ്റേ പക്ഷിയെ മുക്കി പുറത്തോട്ട് വിടുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. അകൃത്യയാഗത്തിന്റെ രക്തം കുറെ എടുത്ത് ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത് കാലിലും വലത് കാലിന്റെ പെരുവിരലിലും വലത് കൈയുടെ പെരുവിരലിലും പുരട്ടുകയാണ്. രക്തം പുരട്ടിയ 3 മേഖലകൾ ഒന്ന് പറഞ്ഞ എല്ലാവരും. ഒന്ന്, വലത് കാത്. ഹലോ, ശുദ്ധീകരണം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ കാത് വിശുദ്ധീകരിക്കപ്പെട്ടതായിരിക്കണം. ഇനി നിനക്ക് ലോകപ്രകാരമുള്ള പലതും കേൾക്കാൻ അർഹതയില്ല. നിന്റെ കാതിൽ രക്തം പുരട്ടിയിട്ടുണ്ട്. യേശുവിൻ്റെ പരിശുദ്ധമായ രക്തം നിന്റെ കാതിൽ പുരട്ടിയിട്ടുണ്ട്. ഈ കാത് കൊണ്ട് നീ യേശുവിൻ്റെ ശബ്ദം വേണം കേൾക്കുവാൻ. 2, കാലിന്റെ വലതു പെരുവിരൽ. ഒരു കാര്യത്തിന് ചുവട് വെക്കുമ്പോ പെരുവിരൽ കാണുമ്പോ, അതിലെ ചോര കാണുമ്പോ ഒരു കാര്യം ബോധ്യമാവുന്നു, ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അരുതാത്ത ഇടത്ത് ഇനി പോകാൻ നിനക്ക് യോഗ്യതയില്ല. അരുതാത്തിടത്ത് പോകാൻ നിനക്കിനി സാധ്യമല്ല. ഈ കാലുകൊണ്ട് കർത്താവിന് വേല ചെയ്യാനുള്ളതാണ്. 3, വലത് കൈയുടെ പെരുവിരൽ. കൈയെടുക്കുമ്പോഴും ആദ്യം കാണുന്നത് പെരുവിരലല്ലേ? ഈ കൈയിൽ രക്തമുണ്ട്. അതുകൊണ്ട് ഈ കൈ ഇനി രക്തപാതകത്തിന് ഉപയോഗിക്കപ്പെടാൻ പാടില്ല. ഈ കൈ വിശുദ്ധമാണ്. യേശുവിൻ്റെ രക്തം എൻ്റെ കയ്യിൽ പുരട്ടിയിട്ടുണ്ട്. 3ാമത്തെ പ്രക്രിയയിലേക്ക് വരിക. 17ാമത്തെ വാക്യം. ഉള്ളംകൈയിൽ ശേഷിച്ച എണ്ണ കുറെ പുരോഹിതൻ ശുദ്ധീകരണം കഴിയുന്നവന്റെ വലത്തുകാതിന്മേലും വലത്തുകൈയുടെ പെരുവിരലിന്മേലും വലത്തുകാലിന്റെ പെരുവിരലിന്മേലും അകൃത്യയാഗത്തിന്റെ രക്തത്തിനു മീതെ പുരട്ടണം. പ്രൈസ് ദി ലോർഡ്. എവിടൊക്കെയാണോ ആ രക്തം പുരട്ടിയത് അതിന് മീതെ ഒരു എണ്ണയുടെ പുരട്ടലുണ്ടാകണം. യേശുവിന്റെ വിശുദ്ധ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിന് മീതെ ഒരു പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാകട്ടെ. ഒരു ചിന്തയോടെ നമുക്ക് നോക്കാം. 23-ാം സങ്കീർത്തനം 5-ാം വാക്യം. എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അതിന്റെ ഒരു ചരിത്രപരമായ കാര്യം പറയാൻ ശ്രമിക്കുകയാണ്. പഴയ കാലത്ത് ആടുകൾ ഇങ്ങനെ കൂട്ടമായിട്ടാണ് കാട്ടിലേക്ക് വിടുന്നത്. വൈകിട്ട് കല്ലുകൊണ്ട് കെട്ടിത്തിരിച്ച ഒരു ആലയിൽ ആടുകളെല്ലാം അകത്ത് കയറ്റിയിട്ട് ആ ആലയുടെ വാതിക്കൽ ഇടയും കിടന്നുറങ്ങും. അപ്പോൾ ഒരു ക്ഷുദ്രജീവിക്ക് അകത്ത് കയറണമെങ്കിൽ ഇടയനെ കവച്ചു വെച്ചേ പോകാൻ പറ്റത്തുള്ളൂ. അത് പറ്റില്ല. നേരം വെളുക്കുമ്പോൾ ഇടയൻ എഴുന്നേൽക്കുന്നു. അതിനുശേഷം അദ്ദേഹം തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു പ്രത്യേക എണ്ണയുണ്ട്. ആ എണ്ണ എടുത്തുകൊണ്ട് വന്ന് ഈ വാതിക്ക നിൽക്കും. ആടുകൾ ഓരോന്നായിട്ട് വരുമ്പോൾ ഈ എണ്ണ കുറച്ച് വീതം എടുത്ത് ആടിൻ്റെ ഈ നെറുകയിൽ വയ്ക്കും. ഇത് കാട്ടിലേക്ക് പോകുമ്പോൾ കാട്ടിൽ ഈ ഇലകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ഇനം പ്രാണികളുണ്ട്. ഈ പ്രാണികൾ ഈ ആടിൻ്റെ തലയിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ട് അത് മെല്ലെ മെല്ലെ ഈ തല തുരന്ന്
തലയ്ക്കകത്തുള്ള തലച്ചോറ് തിന്നും. അങ്ങനെ പല ആടുകളും നഷ്ടപ്പെട്ടപ്പോൾ ആട്ടിടയന്മാർ കണ്ടുപിടിച്ച ഒരു പ്രത്യേക തൈലം. ഈ തൈലത്തിന്റെ പ്രത്യേകത ഭയങ്കര സൗരഭ്യമുള്ളൊരു തൈലമാണ്. ഈ തൈലത്തിനെടുക്കൽ പ്രാണി എടുക്കൂല. പൈശാചിക ശക്തികൾ നമ്മോട് അടുക്കാതെ വേണം നമ്മുടെ തലമേൽ അവനൊരു അഭിഷേകം പകരുകയാണ്. അതാണ് വചനം. എന്റെ ശത്രുക്കൾക്കാകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ നീ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. നിന്റെ ശത്രുക്കളുടെ മധ്യയാണ് അവൻ നിനക്ക് വിരുന്നൊരുക്കുന്നത്. എണ്ണയുടെ നാലാമത്തെ പ്രത്യേകത എണ്ണ പ്രകാശം തരുന്നു എന്നുള്ളതാണ്. വിളക്ക് കത്തണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം. ലൂക്കോസ് സുവിശേഷം 12:35 വാക്യം, നിങ്ങളുടെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. അരകെട്ടുക എന്ന വാക്കിന്റെ അർത്ഥം തയ്യാറെടുപ്പുണ്ടായിരിക്കണം എന്നുള്ള. വിളക്ക് കത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ജ്വലനം നിന്നിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നിന്റെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. ഈ പുതിയ നിയമ വാക്ക് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിലേക്ക് ഒന്ന് പോകണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കട്ടെ. പുറപ്പാട് പുസ്തകം 27:20 വാക്യം, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിച്ചു. സമാഗമന കൂടാരത്തിലെ 7 ഉപകരണങ്ങളിൽ ഒന്നാണ് കവരവിളക്ക്. നേരെയുള്ള ഒരു കമ്പ്, അതിന് താഴെ റാ പോലെയുള്ള 3 കമ്പുകൾ. മനസ്സിലായോ? ഏറ്റവും വലിപ്പമുള്ള ഒരു റാ, അതിനകത്ത് അല്പം വലിപ്പം കുറഞ്ഞ ഒരു റാ, അതിനകത്ത് അല്പം കൂടെ വലിപ്പം കുറഞ്ഞ ഒരു റാ, നടുക്ക് ഒരു തണ്ട്. മൊത്തം 7. ഓരോ ഈ തണ്ടിൻ്റെയും അഗ്രഭാഗത്ത് പുഷ്പപുടം പോലെയുള്ള ഒരു ചെറിയ കിണ്ണം. ഇതിനകത്ത് എണ്ണ ഒഴിക്കണം. ആ എണ്ണ ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണയായിരിക്കണം, ഒലിവെണ്ണ ആയിരിക്കണം. അതിനകത്താണ് തിരിയിട്ട് കത്തിക്കുന്നത്. ദൈവം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നീ ഇസ്രായേൽ മക്കളോട് പറയണം, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണം നിന്റെ അടുക്കൽ കൊണ്ടുവരാൻ കൽപ്പിക്കണം. ലേവ്യ പുസ്തകം 24:2 വാക്യം, ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം. കണ്ടോ? പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ അതേ ചിന്ത ലേവ്യ യാഗങ്ങളുടെയും ശുശ്രൂഷയുടെയും കാര്യം പറയുമ്പോൾ ഇവിടെയും ആവർത്തിച്ചു പറയുകയാണ്, വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. അതാണ് ലൂക്കോസ് 12:35 കർത്താവ് പറഞ്ഞത്, നിന്റെ വിളക്ക് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 15 കർത്താവ് പറഞ്ഞ നഷ്ടപ്പെട്ട 3 കാര്യങ്ങളുടെ ഉപമ. 1, വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട മകൻ. 2, കാട്ടിൽ നഷ്ടപ്പെട്ട ഒരാട്. 3, വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ട ഒരു ദ്രഹ്മ. ഞാൻ ആ ദ്രഹ്മയെ കുറിച്ച് മാത്രമേ ഇപ്പോൾ പറയുന്നു. വീട്ടിനുള്ളിൽ നഷ്ടപ്പെട്ട ഒരു ദ്രഹ്മ. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15:8 വാക്യം, അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ടായിരുന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചു വാരി അത് കണ്ടു കിട്ടും വരെ സൂക്ഷ്മത്തോടെ അന്വേഷിക്കാതിരിക്കുമോ? വചനം നോക്കിക്കേ. അവൾ വിളക്ക് കത്തിക്കും, അടിച്ചു വാരും, കിട്ടുന്നത് വരെ പരിശോധിക്കും. പരിശുദ്ധാത്മാവാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അവസ്ഥകളെക്കുറിച്ച് നമുക്ക് ബോധ്യം വരുത്തും. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ ഉൾക്കാഴ്ച തരുന്നത്, വെളിച്ചം തരുന്നത് പരിശുദ്ധാത്മാവാണ്. മത്തായി സുവിശേഷം 25:4 വാക്യത്തിൽ 10 കന്യകമാരുടെ കാര്യം പറഞ്ഞു വരുമ്പോൾ അവരിൽ 5 പേർ വിളക്കും വിളക്കോടുകൂടെ എണ്ണയും എടുത്തു. വേറെ ചിലർ വിളക്കെടുത്തു, എണ്ണ എടുക്കാൻ മറന്നുപോയി. അർദ്ധരാത്രിക്ക് അപ്രതീക്ഷിതമായി മണവാളൻ വരുന്ന ആർപ്പുവിളി ഉണ്ടായപ്പോൾ വിളക്കെടുത്ത് കത്തിക്കാൻ നോക്കി. കത്തിയോ? അപ്പൊ എണ്ണ ഉള്ളവരോട് പറഞ്ഞു, ഇച്ചിരി എണ്ണ തരാമോ? അവരെന്നാ പറഞ്ഞ്, എനിക്കും തികയത്തില്ല, നിനക്കും തികയത്തില്ല, ഒരു കാര്യം ചെയ്തു, വിൽക്കുന്നവരുടെ അടുക്ക പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. വായിക്കാം. മത്തായി സുവിശേഷം 25:4 വാക്യം, ബുദ്ധിയുള്ളവരോ വിളക്കോട് കൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. നേരത്തെ നമ്മൾ വായിച്ചത് 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ വിളക്ക് കത്തിച്ച് അടിച്ചു വാരി.
വിളക്ക് കത്തിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടിച്ചു വാരിയ കിട്ടിയാലും കണ്ടെടുക്കാൻ പറ്റൂല. ഇവിടെ വിളക്ക് കത്തണമെങ്കിൽ എണ്ണ വേണം. എണ്ണ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. എണ്ണ പ്രയാസങ്ങളെ മാറ്റുന്നതാണ്. ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ മാറ്റാൻ, പ്രയാസങ്ങളെ മാറ്റാൻ എണ്ണയ്ക്ക് സാധിക്കും. 2 സംഭവങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് ഉദാഹരിക്കാം. ഒന്ന്, സരാഫാത്തിലെ വിധവയെക്കുറിച്ചുള്ള ഭാഗമാണ്. ലൂക്കോസ് 4:25-26 വാക്യം. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസം അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. വാക്യം 26. എന്നാൽ സീദോനിലെ സരപത്തയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. സരപത്തിലെ വിധവ ക്ഷാമം കൊണ്ട് നശിക്കാൻ തുടങ്ങുന്ന വേളയിൽ അനാഥരോടും വിധവമാരോടും കരുണ കാണിക്കുന്ന ദൈവം ആ സ്ത്രീയുടെ അടുക്കിലേക്ക് തന്റെ ദാസനെ അയക്കുകയാണ്. ഖരീത്തിലെ വെള്ളം വറ്റിപ്പോയി. അപ്പോൾ അവന് ദൈവത്തിന്റെ അല്ലപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് സരാഫാത്തിലേക്ക് പോകുക, അവിടെ നിന്നെ പോറ്റേണ്ടതിന് ഞാനൊരു വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു സ്ത്രീയും അവളുടെ മകനും കൂടെ ചേർന്ന് വിറക് പറക്കുകയാണ്. ഈ ദൈവദാസൻ അവിടെ നിന്നോട് പറഞ്ഞു, എനിക്ക് കുടിപ്പാൻ ഇച്ചിരി വെള്ളം തരാമോ? അവൾ വെള്ളമെടുക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, വരുമ്പം എനിക്ക് ഒരു കഷ്ണം അപ്പവും കൂടെ കൊണ്ടുവരണം. അവൾ വളരെ ദയനീയതയോടെ അവൾ ഇങ്ങനെ ആ ദൈവദാസിൻ്റെ അടുക്കൽ പറഞ്ഞു, കലത്തിൽ അല്പം മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. ആ അല്പം മാവ് ചൂടാൻ അധികം വിറകൊന്നും വേണ്ട, 2 വിറക് മതി. ഞങ്ങൾ 2 പേരും ക്ഷീണിതരാണ്. അതുകൊണ്ട് ആ 2 വിറക് പറക്കാൻ ഞാനും ബാലനും കൂടെ വന്നിരിക്കുകയാണ്. അത് തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു. അവസാനത്തെ അട തിന്നിട്ട് മരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കുടുംബം. പക്ഷേ ആത്മഹത്യയുടെ ചീട്ട് അന്നവിടെ കീറപ്പെട്ടു. മരണത്തിൻ്റെ ആ പിടി അന്ന് പകലിൽ അവിടെ മാറ്റപ്പെട്ടു. ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരട എനിക്കുണ്ടാക്കി കൊണ്ടുവരിക. അടുത്ത ദൂത്, ദൈവം ദേശത്ത് മഴ പെയ്യിച്ച് ജനത്തിൻ്റെ ക്ഷാമം തീരുന്ന കാലം വരെ നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല. നിന്റെ കലത്തിലെ മാവ് കുറയുകയില്ല. നിന്റെ തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോയില്ല. പ്രയാസങ്ങളെ മാറ്റുന്ന എണ്ണ. 2ാമത്തെ സംഭവം ഏലിശ പ്രവാചകന്റെ കാലത്താണ്. ഒരു വിധവയായ സ്ത്രീ, അതും ഒരു വിധവയാണ്. ഭർത്താവ് മരിച്ചു, ഒത്തിരി കടമുണ്ട്. കടക്കാർ വന്ന് പൈസ ചോദിച്ചു, പൈസ കൊടുക്കാൻ വകയില്ല. ആ കടം ലഭിക്കാനുള്ള മുതലാളിമാര് 2 ചങ്ങലയും കൊണ്ടാണ് വീട്ടിൽ വന്നത്. അവരുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ ആ ചങ്ങല ആ വീട്ടിന്റെ മുറ്റത്തോട്ട് അഴിച്ചിട്ട് അവരിങ്ങനെ ഭീഷണിപ്പെടുത്തി, ഇനി ഞങ്ങൾ വരും, ഒന്നിൽ അന്ന് പൈസ തരണം, അല്ലെങ്കിൽ ഈ ചങ്ങല വെച്ച് നിന്റെ മക്കളെ ബന്ധിച്ചു കൊണ്ടുപോയി അവരെ കൊണ്ട് ജോലി ചെയ്യിച്ച് ഞങ്ങൾ കാശ് ഈടാക്കിക്കൊള്ളാം. വിധവയായ സ്ത്രീ, പ്രയാസം അനുഭവിക്കുന്ന സ്ത്രീ, ആ കൂടെയുള്ള 2 ആൺമക്കളാണ്. അവരെ ബന്ധിച്ചു കൊണ്ടുപോകാൻ കടം കൊടുക്കാനുള്ളവർ വന്നിരിക്കുന്നു. ദേവദാസൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, നിന്റെ ദാസൻ എൻ്റെ ഭർത്താവ് യഹോവയെങ്കിൽ ഭക്തനായിരുന്നു. അവിടെ പറയുന്ന ഈ മരിച്ചുപോയ വ്യക്തി ഓബദ്യാവാണ് എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. തെളിവ് 1 രാജാക്കന്മാർ 18-3 വാക്യം. ആകയാൽ ആഹാബ് തന്റെ ഗ്രഹവിചാരകനായ ഓബദ്യാവെ ആളയച്ചു വരുത്തി. ഓബദ്യാവോ യഹോവയിൽ മഹാഭക്തനായിരുന്നു. 2 രാജാക്കന്മാർ 4:1 ആ വിധവയായ സ്ത്രീ പറയുകയാണ്, ദാസൻ യഹോവ ഭക്തനായിരുന്നു. ഈ ഓബദ്യാവിന്റെ ഭാര്യ ആയിരിക്കാം ഇവിടെ പറയുന്ന ഈ ദൈവദാസി. അവൾ പറയുകയാണ്, എൻ്റെ ഭർത്താവ് കടക്കാരനായിട്ടാണ് മരിച്ചത്. എങ്ങനെയാണ് ആ മനുഷ്യൻ കടക്കാരനായത്? രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഇസബേൽ യഹോവയുടെ പ്രവാചകന്മാരെ കൊല്ലുമ്പോൾ
ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്നു ഓബദ്യാവ്. 50-100 പ്രവാചകന്മാരെ കൊണ്ടുപോയി ഗുഹകളിൽ ഒളിപ്പിച്ച് അവരെ തീറ്റിപ്പോറ്റി. ഈ സാധാരണക്കാരനായ മനുഷ്യന് ഇത്രയും ദൈവദാസന്മാരെ തീറ്റിപ്പോറ്റാനുള്ള ആസ്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലയിടത്തുനിന്നും കടം വാങ്ങിച്ച് ദൈവദാസന്മാരെ തീറ്റിപ്പോറ്റി. ഒടുവിൽ കടക്കാരനായിട്ട് അയാൾ മരിച്ചു. അപ്പൻ വരുത്തി വെച്ച കടം, ദൈവദാസന്മാരെ തീറ്റിപ്പൊറ്റിയതിനാലുണ്ടായ കടം. ഇബ്രായലേഖനം 6:10 വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിക്കുന്ന ആദരവുകൾക്ക് നിങ്ങളെ മറന്നു കളവാൻ ദൈവം അനീതിയുള്ളവനല്ല. മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ ഒരു പാത്രം തണുത്ത വെള്ളമെങ്കിലും കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകുകയില്ല. ഇവിടെ കടക്കാര് മക്കളെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്നു. ചങ്ങല അവിടെ കൊണ്ടിട്ട് അവരെ പേടിപ്പിച്ചിട്ടുണ്ട്. എലിശ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഒരു ഭരണി എണ്ണയല്ലാതെ വേറൊന്നുമില്ല. അടുത്ത ദൂത്, നീ പോയി അയൽപ്പക്കങ്ങളിൽ നിന്നൊക്കെയും പാത്രങ്ങൾ വായ്പ വാങ്ങണം. പാത്രങ്ങൾ കുറയരുത്. എന്നിട്ട് നീയും മക്കളും കൂടെ വീട്ടിൽ കയറി വാതിലടച്ചിട്ട് ഈ ഒരു ഭരണി എണ്ണ ഉണ്ടല്ലോ, ആ ഒരു ഭരണി എണ്ണ പാത്രങ്ങളിലേക്ക് പകരണം. ആ ഒരു ഭരണി എണ്ണ അമ്മ എടുത്ത് ഇങ്ങനെ ചരുവങ്ങളിലോട്ട് ഒഴിക്കുകയാണ്. മക്കള് ഒരാൾ പാത്രം വെച്ച് കൊടുക്കുന്നു, മറ്റേയാൾ നിറഞ്ഞ പാത്രം മാറ്റി വെക്കുന്നു. അമ്മ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അമ്മ പറഞ്ഞു, മക്കളെ ഇനിയും പാത്രം കൊണ്ടുപോവാ. കുറെ കഴിഞ്ഞപ്പോൾ മക്കൾ പറഞ്ഞു, പാത്രം തീർന്നുപോയി. അടുത്ത വചനം, അപ്പോൾ എണ്ണ നിന്നുപോയി. പകരാനുള്ളൊരു പാത്രമായി നീ രൂപാന്തരപ്പെട്ടിട്ടുണ്ടോ? എണ്ണയുടെ പകർച്ച കുറയുകയില്ല. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഒഴിഞ്ഞ പാത്രങ്ങളാണോ നിങ്ങളിലേക്ക് ഈ എണ്ണയുടെ പകർച്ച ഉണ്ടാകും. അടുത്ത ദൂത്, ഇത് പോയി വിറ്റ് നീ കടം വീട്ടുക, ഉപജീവനവും നടത്തിക്കൊള്ളുക. എണ്ണ പ്രയാസങ്ങളെ മാറ്റും. യശയാപ്രവചനത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്, പുഷ്ടി നിമിത്തം മുഖം തകർന്നു പോകും. അവിടെ പുഷ്ടി എന്ന വാക്ക് അഭിഷേകമാണ്. എന്താ സംഭവിച്ചത്? ആ ചങ്ങല ഇവളുടെ മേലൊരു മുഖമാക്കം കൊണ്ടുവന്ന ചങ്ങലല്ലേ? അഭിഷേകം പകർന്നപ്പോൾ, എണ്ണയുടെ പകർച്ച ഉണ്ടായപ്പോൾ അത് തകർന്നു പോയെങ്കിൽ, ഇന്ന് ഒരു അഭിഷേകത്തിന്റെ പകർച്ച നിങ്ങളിലുണ്ടായാൽ ശാരീരികമായ പ്രയാസങ്ങൾ മാറിപ്പോകും, മാനസികമായ പ്രയാസങ്ങൾ മാറിപ്പോകും, ജീവിതത്തിലെ നിരാശാബോധങ്ങൾ മാറിപ്പോകും. ഒരു വലിയ ആത്മപകർച്ച ഇന്ന് ദൈവം നമ്മുടെ മേൽ അയക്കുമാറാകട്ടെ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. രസം നിറയും മറുയാത്രയിൽ എന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നല്ലീരുറവാ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. രസം നിറയും മറുയാത്രയിൽ ഞാൻ എന്നെ സ്തുതിച്ചാർത്തിടുമ്പോ, തുറന്നിടുക നല്ലീരുറവാ, ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാനാ കൃപയാ. അന്ധകാര ശക്തികളെ
നീക്കും താനാ